ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ചരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ 2 പൈൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളറിലുള്ള ഫ്ലവറാണ്. സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് റെഡ് കളറിലുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ 2 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാർഡ്സ് അതിൻ്റെ ആ ഒരു ബേസിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 1, 2 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ പേഴ്സൺ നിങ്ങൾക്ക് എന്താണ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. കമ്മിറ്റ്മെൻ്റ് ആണോ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്താണ് ആ പേഴ്സണിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി എന്താണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 2 പൈൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറിലുള്ള ഫ്ലവറിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക, അതിനുശേഷം മെഡിറ്റേറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ റീഡിംഗ് കാണുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ആ വ്യക്തി നിങ്ങൾക്ക് എന്ത് തരാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ ആർക്കേഞ്ചൽസ് ആൻഡ് സിസ്റ്റേഴ്സ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ടെൽ മീ ദ റൈറ്റ് ആൻസർ, പ്ലീസ് ടെൽ മീ ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇവിടെ നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡിൽ എന്താണ് കാണുന്നതെന്ന്. ഇവിടെ ലെറ്റ് ദെയർ ബി ക്ലോസ്നെസ് ബിറ്റ്വീൻ യു. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പുണ്ടായിരിക്കാം. ബട്ട് ഓൾവേസ് ഗീവ് ഈച്ച് അതർ സ്പേസ്. അങ്ങനെ അടുപ്പുണ്ടെങ്കിലും പരസ്പരം നിങ്ങൾ സ്പേസ് കൊടുക്കുക. ലവ് നെവർ ക്ലെയിംസ്. ഒരിക്കലും സ്നേഹം എന്ന് പറയുന്നത് അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല. നീ എൻ്റേതാണ്, എൻ്റെ മാത്രമാണ്, നീ മറ്റുള്ളവരാരെയും സ്നേഹിക്കാൻ പാടില്ല, മറ്റുള്ളവരെ പരിഗണിക്കാൻ പാടില്ല, ഞാനല്ലാതെ വേറെ ആരോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചെയ്യരുത്. ഇറ്റ് ഇസ് സിംപ്ലി അലൗസ് ആൻഡ് ഗീവ്സ്. ആ വ്യക്തിയായിട്ട് തന്നെ കാണുക. അതൊരു സോളാണെന്ന് മനസ്സിലാക്കുക. ആ വ്യക്തിക്കും സ്പേസ് കൊടുക്കുക. ഒരിക്കലും ഒരു സോളിനെ പിടിച്ച് കെട്ടിയിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. കൂടുതൽ അകലാനാണ് അത് കാരണമാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പേസ് തരുന്നില്ലെങ്കിലും അത് നിങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു മനസ്സിലാക്കുക. നിങ്ങളൊരു സോളാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫ് പർപ്പസ് വേറെയാണ്, ആ വ്യക്തിയുടെ ലൈഫ് പർപ്പസ് വേറെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ലൈഫ് പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി നിങ്ങളാണ് ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കാത്തതെങ്കിൽ ആ വ്യക്തിയെ ആ വ്യക്തിയായിട്ട് കണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് ഫ്രീഡം കൊടുക്കുക. ഒരു പക്ഷേ ആ വ്യക്തി ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ദ വേൾഡ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ 2 ഇടത്തായിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ജോബൊന്നും തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ എൻഡായി പോയിട്ടുണ്ട്, അതായത് ഒരു ഫേസ് അവസാനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വളരെയധികം പിണക്കങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം പ്രണയത്തിലായി, പിന്നെ ഇടയ്ക്ക് വഴക്ക് കൂടി, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എൻഡായി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകരുതെന്നും. ചിലപ്പോൾ ഈഗോയുടെ പേരിലൊക്കെ മാറി നിൽക്കുകയായിരിക്കും രണ്ടുപേരും. ആ വ്യക്തി വിളിക്കട്ടെ, നിങ്ങൾ വിളിക്കട്ടെ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കാം. ഈഗോ ഒരുപക്ഷെ 2 പേർക്ക് വർക്കാവുന്നുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി വളരെയധികം ഇംബാലൻസ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടേത്. കാരണം പെട്ടെന്ന് തന്നെ ആ വ്യക്തി ദേഷ്യപ്പെടുകയും ഒരുപാട് സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ശീലമാക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കി കളയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല.
ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഈ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഏതൊരവസ്ഥയിലായിരിക്കും ഇപ്പോൾ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. കാരണം നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ അതേപോലെ തന്നെ മനസ്സിലാക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഇത് എൻഡായി പോയപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടത്തിലായിരിക്കും. നിങ്ങൾ കാണിക്കുന്നുണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ തീർത്തും എലോൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം ഒരു പക്ഷേ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പോലും ഈ വ്യക്തിക്ക് അറിയാം. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മാനസികാവസ്ഥ ആ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. അതായത് ആ വ്യക്തിയാണ് കൂടുതൽ വിഷമിക്കുന്നത് എന്നായിരിക്കാം ആ വ്യക്തി ചിന്തിക്കുന്നത്. അതായത് അവനവന് തന്നെ കുറച്ച് കൂടുതൽ ശ്രദ്ധയാണ് പേഴ്സൺ കൊടുക്കുന്നത്. അതായത് സെൽഫിഷ്നെസ്. ആ വ്യക്തിയോട് തന്നെയാണ് കൂടുതലായിട്ട് സ്നേഹം കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളുടെ ആ ഒരു സങ്കടത്തെ കുറച്ച് കാണുന്നു. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ നല്ല രീതിക്ക് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പെട്ടെന്ന് എൻഡായി പോയിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ, സ്കോർപിയോ, സ്പേസ് രണ്ടുപേരും ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സണാണ്. രണ്ട് വ്യക്തികളാണ്. അതായത് രണ്ടു പേർക്കും ഈഗോ ഉണ്ടെങ്കിലും പരസ്പരം വിട്ടുപോകാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ ഏസോസ് വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ആ വ്യക്തിയുടെ അടുത്ത് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ വ്യക്തിയെ തന്നെയായിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്ന് ആദ്യമായിട്ട് പ്രണയം തുറന്നു പറഞ്ഞതും നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും. ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ വ്യക്തിയുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ കാരണങ്ങളെല്ലാം നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു പാറ്റേൺ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോകുന്ന ആ ഒരു ഫെയ്ത്ത്, ഒരു വിധി നിങ്ങൾക്കുണ്ട്. അതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ഒറ്റപ്പെടുത്തരുതെന്നായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളെ പറഞ്ഞ് ഒരുപാട് സന്തോഷിപ്പിച്ച് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായി പോകുമോ എന്ന് നിങ്ങൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് ഈ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് വളരെയധികം വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. അതായത് ഒരു ക്ലാരിറ്റിയോട് കൂടിയായിരിക്കാം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി. ആ വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറത്തി ഈ വ്യക്തി പോയപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻസ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരിക്കാം. പക്ഷേ ഇനിയും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ വ്യക്തി ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. ഈ റിലേഷൻഷിപ്പ് തുടങ്ങണോ വേണ്ടയോ ഒന്നും പറയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളോ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ ഒരു മാത്സ് ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടൻസി കൈകാര്യം ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. അതായത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങൾക്കുമിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത്. ചിലപ്പോൾ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്തൊന്നും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് ഈ വ്യക്തിക്ക് വലിയൊരു അടുപ്പമില്ല എന്നായിരിക്കാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ചൊരു കള്ളം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് നിങ്ങളെന്ന ആ ഒരു പാഷനെ ആ വ്യക്തിക്ക് വേണമായിരുന്നു ആ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമായിരുന്നു ആ പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെ രണ്ടുപേരും വളരെയധികം ആശ്വാസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇവിടെ ഒരു അമത്തീസ്റ്റ് സ്റ്റോൺ ഉണ്ട്. അതായത് ഒരു ഹീലിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തി ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടുണ്ടാവണം,
അല്ലെങ്കിൽ നിങ്ങൾക്കും ആ വ്യക്തി ഒരു ആശ്വാസമായിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണ്ടപ്പോൾ ഒരുപാട് ഫെമിലിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവണം. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടപ്പോൾ ഒരിക്കലും ഈ വ്യക്തിയെ പ്രണയിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളെ നിർബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവാം. പക്ഷേ പോകെ പോകെ ഒരുപക്ഷെ ആ വ്യക്തിയുടെ ആ ഒരു പ്രണയത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടാവണം. ഇവിടെ നിങ്ങൾക്കറിയാമായിരുന്നു മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ആ ഒരു സാന്ത്വനമായിരുന്നിരിക്കണം. അതായത് വളരെ അതിതീവ്രമായിട്ടുള്ളൊരു പ്രണയം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെ നിങ്ങൾ മുറിവേൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിടയിൽ വേറൊരാൾ വന്നു എന്നുള്ളത് ഒരുപക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ വ്യക്തിക്കും ഇതൊരു വേദനയായിട്ടുണ്ടാകും. ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആയിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ അത്രമാത്രം സ്ട്രോങ് ആയിരുന്നില്ലായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. പക്ഷേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം നിങ്ങൾ ആഴത്തിൽ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു അവസ്ഥ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം വന്നിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് കരയാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ അത്രമാത്രം സ്പേസ് പോലും നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവില്ല. അതായത് ഒറ്റയ്ക്കിരുന്ന് കരയാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കരയാൻ പോലും സാധിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നിരിക്കണം. കാരണം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയി എന്നുള്ള ആ ഒരു പെയിൻ വളരെയധികം നിങ്ങളെ അലട്ടിയിട്ടുണ്ടായിരിക്കണം. ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ലേ എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഒരുപാട് സങ്കടം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു അവസ്ഥയായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണുന്നു എന്നുള്ള ആ ഒരു ചിന്തയും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി ഒരു ബിസിനസ്മാൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി സൈൻ ലിബ്ര ജെമിനി അക്വേറിയസ്. ഇവിടെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടുപേരും എഫർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ. അതായിരിക്കാം ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്ന ആ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ആ വ്യക്തി എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങളിൽ നിന്ന് ചോദിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും ആ വ്യക്തി അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരു ടൈം കിട്ടുമ്പോൾ മാത്രമായിരിക്കാം നിങ്ങളെ വിളിക്കുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എപ്പോഴും ആ വ്യക്തി നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഒരു ലിമിറ്റേഷൻ വന്നിട്ടുള്ളത്. ചിലപ്പം അതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതാണ് ആ വ്യക്തി പറയുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അകൽച്ച, അതായത് കോളിംഗ് കുറയുന്നുണ്ട്, മെസ്സേജ് കുറയുന്നുണ്ട്, ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് ആ ഒരു ടൈം കിട്ടുമ്പോൾ മാത്രം. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വേറൊരാളുടെ കൺട്രോൾ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ടോസ് വേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബ്രെയിൻ വാഷ് ഉണ്ട്. അതായത് ഇവിടെ പറഞ്ഞു തിരുത്തി ഈ വ്യക്തിയെ മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു കണ്ണ് കെട്ടി കൊണ്ടുപോയിരിക്കുന്നു, ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന പേഴ്സൺ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രേ ചെയ്യുന്നുണ്ടാവാം. ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുട്ടികൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ഫാമിലി എന്ന ആ ഒരു കൺസേണിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്കും സാധിക്കുന്നുണ്ടാവില്ല. അപ്പം ചിലപ്പോൾ മനഃപൂർവ്വമല്ലായിരിക്കാം. പക്ഷേ എന്നാലും ആ ഒരു നിങ്ങൾക്ക് തരുന്ന ആ ഒരു ടൈം വളരെയധികം കുറയുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലതാണോ എന്നുള്ള രീതിക്കായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്.
അതായത് ഒരു പക്ഷേ ഇങ്ങനെയും ആവാം. അതായത് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെന്ന ആ ഒരു സാന്ത്വനം ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടോ നിങ്ങളെ കൂടുതലായിട്ട് നേരത്തെ പോലെ കോണ്ടാക്ട് ചെയ്യാനും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോഴുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ വളരെയധികം ക്വസ്റ്റ്യൻ ചെയ്യുകയും ഒരുപാട് ഓവറായിട്ടുള്ള പൊസസീവ്നെസ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനും ഇവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് പോകുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നേരത്തെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത്, അത് തുടക്കത്തിൽ ഒരുപക്ഷെ ഇതൊക്കെ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടേത്. പക്ഷെ പോകെ പോകെ നിങ്ങളൊരു വായിച്ച പുസ്തകം പോലെ ആ വ്യക്തി മാറ്റി വയ്ക്കുന്നു. അതായത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇവിടെ ആ ഒരു ഇഷ്ടം കുറഞ്ഞു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ടൈം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് വൺസ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തി ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു പക്ഷേ ആ വ്യക്തിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് ലാസ്റ്റ് കാർഡ് പേജ് ഓഫ് വൺസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു കാർഡ് കൂടി നമുക്കെടുക്കാം. ഈ പേഴ്സൺ എങ്ങനെ നിങ്ങളുടെ അടുത്ത്, അതായത് ഒരുപാട് പാഷനേറ്റ് ആണ്, ഓക്കെ, പക്ഷേ യെസ്, എന്തായാലും ആ വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. വളരെ നല്ലൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവിടെ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്ന പേജ് ഓഫ് വൺസ് ആണ്. അതായത് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന ആ ഒരു കാര്യത്തിൽ പെട്ടുപോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ അതൊരു കുട്ടികൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ സാധ്യമല്ല. പക്ഷേ വളരെയധികം പാഷനേറ്റ് ആണ് പേഴ്സൺ നിങ്ങളിൽ. നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിക്കൊരു സാന്ത്വനമാണ്. ഇവിടെ പേഴ്സൻ്റെ ആ ഒരു മെസ്സേജ് നമുക്ക് നോക്കാം. ഇവിടെ ഐ ആം കൺസേൺഡ് അബൌട്ട് യുവർ വെൽ ബീയിങ്. നിനക്ക് നല്ലത് വരണം എന്നാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വിൽ ഓൾവേസ് സപ്പോർട്ട് യു. ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് റിലീസ്ഡ് മൈ പെയിൻ. എൻ്റെ വേദനകൾ, മെമ്മറീസ്, ഓർമ്മകൾ, പേടി ഒക്കെ ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട്. അതും നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ പേഴ്സൻ്റെ നെയിമിലുള്ള ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് സെറ്റ് എന്നുള്ളതാണ്. എ എന്ന് കിട്ടിയിട്ടുണ്ട്, ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്, ജി എന്ന് കിട്ടിയിട്ടുണ്ട്, എഫ്, ടി എന്നാണ് കിട്ടിയിട്ടുള്ളത്, ജെ എന്ന് കിട്ടിയിട്ടുണ്ട്, ആർ. അപ്പോൾ ഇതൊക്കെ പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. യു എന്ന് കിട്ടിയിട്ടുണ്ട്, എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്, വൈ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. എന്ത് ക്ലൂസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. 8 എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 21 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവാം, ബർത്ത് ഡേറ്റും ആകാം. റെഡ് കളറ് നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം. സ്കോർപിയോ ആകാം, നിങ്ങൾ വ്യക്തിയാകാം. ലോങ് ഹെയർ, വ്യക്തിക്ക് ലോങ് ഹെയർ ആയിരിക്കാം, നിങ്ങൾക്ക് ലോങ് ഹെയർ ആയിരിക്കാം. 7 എന്നൊരു ഡേറ്റ്, 27 നിങ്ങളുടെ ഏജ് ആവാം. 9 എന്നൊരു ഡേറ്റ്, ജൂലൈ മന്ത്. 28, 17, 3 എന്നൊരു ഡേറ്റ്, ഗ്രീൻ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം. ഫാമിലി എഗെയിൻസ്റ്റായിട്ട് ഒരുപക്ഷെ നിൽക്കുന്നുണ്ടായിരിക്കാം, വ്യക്തിക്കൊരു ഫാമിലി ഉണ്ടായിരിക്കാം. ബ്രദർ അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവാം. ക്യാൻസർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി പ്ലേസസ് നോക്കാം. ഇവിടെ ഇടുക്കി എന്നാണ് കിട്ടിയിട്ടുള്ളത്, തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട്, മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ്, യൂണിവേഴ്സൽ മെസ്സേജസ് ആണ്.
യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്? അതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ്. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഡിവൈൻ തരുന്നത്? ഇപ്പോൾ നിങ്ങൾ എന്താണ് കേൾക്കാനായിട്ട്? ഇവിടെ ഡെമാര ഗൈഡിങ് ചിൽഡ്രൻ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുട്ടികൾ ഇൻവോൾവ്ഡ് ആവുന്നുണ്ടായിരിക്കാം. യു ആർ എ ഗുഡ് അറ്റ് ഹെൽപ്പിംഗ്, കൗൺസിലിംഗ് ആൻഡ് ഹീലിംഗ് ചിൽഡ്രൻ. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളാവാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ കുട്ടികളാകാം, ആരാണെങ്കിലും അവരുടെ ആ ഒരു മാനസികാവസ്ഥ കൂടി നിങ്ങൾ കണക്കിലെടുക്കുക. അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുക, അവരെ സംരക്ഷിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളൊരു ടീച്ചറാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റും. അതൊരു പക്ഷേ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, സ്നേഹിക്കുക. ഇവിടെ അബണ്ടേനിയ എന്ന് കിട്ടിയിട്ടുണ്ട്, പ്രോസ്പെരിറ്റി. ദ യൂണിവേഴ്സ് ഈസ് പോറിങ് ഇറ്റ്സ് അബണ്ടൻസ്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ജോബായിരിക്കാം, അല്ലെങ്കിൽ സാലറി ഹൈക്കായിരിക്കാം, അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിരിക്കാം, ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ബി ഓപ്പൺ റിസീവിങ്. അത് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ കൈകൾ നീട്ടുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അബണ്ടൻസ് ആണ്. നിങ്ങൾ എന്താണോ പ്രോസ്പെരിറ്റി ആയിട്ട് മനസ്സിൽ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ നല്ല രീതിയിൽ നോക്കുക, പഠിപ്പിക്കുക, അവരെ ഗൈഡ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൈ നിറച്ച് അബണ്ടൻസ് തരുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ മോട്ടിവേഷനാണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഹായ് പാൽ നമ്പർ 2, ഈ ഒരു ലൈറ്റ് റെഡ് കളർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അതായത് കമ്മിറ്റ്മെൻ്റ് ആണോ എന്നൊക്കെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? അപ്പം നമുക്ക് നോക്കാം. ടൈം എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവിടെ യു ആർ ട്രൈങ് ടു ഹാർഡ്, ഗിവ് ഇറ്റ് ടൈം. നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിനെ വേണ്ടിയിട്ട്. ടൈം അതിന് കൊടുക്കുക. അതായത് യൂണിവേഴ്സിന് ചില കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിക്കാനുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ടാവും, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടാവും, മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ടാവാം. ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ഇതിൻ്റെ പിറകെയായിരിക്കാം. പക്ഷേ ഒന്നും നടക്കുന്നുണ്ടാവില്ല, ഒന്നും ശരിയാകുന്നുണ്ടാവില്ല. അങ്ങനെ വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്യുകയും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ വേറൊരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ, ഈ വ്യക്തിയെ മറക്കാനുള്ള ഒരു കാരണവും ഉണ്ടായേക്കാം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ടൈം നിങ്ങളുടെ ഇടയിൽ ദൈവം വയ്ക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്നത്. അതായത് നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ ആയിരിക്കില്ല ഇത്, ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാകാൻ യൂണിവേഴ്സിന് തന്നെ ഒരു ടൈം വേണം. അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഒരുക്കാൻ വേണ്ടിയും ഈ ഒരു കാര്യം ഡിവൈൻ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും അതിനതിൻ്റേതായിട്ടുള്ളൊരു ടൈം കൊടുക്കുക, ധൃതി വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഏജ് ഓഫ് സ്വേഡ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒന്നുകിൽ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കാം, അതായത് നിങ്ങളുടെ പേഴ്സണെ. അപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ആ വ്യക്തിക്കൊരു ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ ആയിപ്പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് യാതൊരു വഴിയും കാണുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈഗോ സമ്മതിക്കുന്നുണ്ടാവില്ല. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും?
അതറിയില്ല. അപ്പോൾ യാതൊരു വഴിയില്ല. പക്ഷേ ഒരു ക്ലാരിറ്റി വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ഈ പേഴ്സൻ്റെ അടുത്ത്. ഒരു ക്ലാരിറ്റി എനിക്ക് വേണം, റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കാം, പക്ഷേ എനിക്ക് ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല, അല്ലെങ്കിൽ ചെയ്ത തെറ്റ് ഇനി ചെയ്യില്ല, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാഗ്ദാനം എനിക്ക് തരുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയൂ എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെഫിനിഷൻ, അത് ഡിഫൈൻ ചെയ്യൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസും ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഉണ്ട്. റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു ക്ലാരിറ്റി വേണം നിങ്ങൾക്കും ആ വ്യക്തിക്കും. ആ വ്യക്തി അത് തരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളത് ചോദിക്കുന്നു പേഴ്സൻ്റെ അടുത്ത്. ഇവിടെ വീൽ ഓഫ് ദ ഫോർച്യൂൺ. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിനു മുമ്പേ എൻഡായി പോയിട്ടുണ്ട്, വീണ്ടും തുടങ്ങിയതാണ്, പിന്നെയും എൻഡായിപ്പോയി. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് ഈ റിലേഷൻഷിപ്പ് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി വിചാരിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എന്നും ഉണ്ടാകും എന്നുള്ളത്. നിങ്ങളും വിചാരിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് വിട്ടിട്ടൊന്നും പോയില്ല, ഏതായാലും തിരികെ വരും. അത്രയ്ക്ക് ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതായത് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഒരുപക്ഷെ ആ വ്യക്തി അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിൻ്റെ അടുത്ത് വ്യക്തത ചോദിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും, എനിക്കൊരു ക്ലാരിറ്റി തരുമോ, അല്ലെങ്കിൽ എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ തരുമോ, ഒരു ഡിസിഷൻ പറയൂ എന്നായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം ആ വ്യക്തിക്കും അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ഒരുപാട് പ്രോമിസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ല എന്നുള്ളത്. ആ ഒരു വിശ്വാസമാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തതയോടുകൂടി തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോകരുതേ എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല, അതിനൊരു വഴിയില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷൻസും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇണങ്ങുകയും പെട്ടെന്ന് പിണങ്ങുകയും ചെയ്യുന്ന രണ്ടാൾക്കാരായിരിക്കാം നിങ്ങൾ. ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ക്ലാരിറ്റി തന്ന് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും, ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങും, ഒരിക്കലും നിങ്ങളെ വിട്ടുപോവില്ല എന്ന വാഗ്ദാനത്തോടെ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ആ വ്യക്തി തരും. ഈ പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ മുതൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നല്ലൊരു പ്രോസ്പെരിറ്റി നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം ഉണ്ടായിരിക്കും. ബിസിനസ് പുരോഗതി പ്രാപിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാവും, ആ വ്യക്തിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാവും, ഒരു സമാധാനം സന്തോഷമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കറിയേണ്ടത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ വ്യക്തി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുമോ, ആ ഒരു ഡിസിഷൻ സ്റ്റേബിൾ ആയിരിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 10 of Wands. എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ബർഡനാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, എനിക്ക് 2 കാര്യങ്ങൾ കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, ഒന്നിലധികം പേരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെക്കാളും മുൻപേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജോബ് വളരെയധികം ബിസി ആയിട്ടുള്ളൊരു ജോബായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെയധികം സ്ട്രെസ്സ് ആ ഒരു ജോലിയിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ടാവും, ഒന്നിലധികം വർക്കുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവോ അല്ലെങ്കിൽ ലീഡറോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അനേകം ഷോപ്പുകളുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല, ഇവിടെ ആ വ്യക്തി കുറച്ച് വാശി പിടിച്ചിട്ട് മാറി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളെന്ന വ്യക്തിയെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ആ വ്യക്തി കുറേ വാശി പിടിച്ചിട്ട് മാറി നിൽക്കുന്ന, ഈഗോയിസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ നിങ്ങളെന്ന വ്യക്തിയുടെ മഹത്വം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ ആ വ്യക്തിയുടെ ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, ലക്കാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഈ വ്യക്തി മാറി നിൽക്കുകയാണ്. ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അറിയാം ദൈവമായിട്ടാണ് നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പല പ്രാവശ്യം അത് നിങ്ങളെ കോംപ്ലിമെൻ്റായിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ വാശി പിടിച്ചിട്ട് മാറി നിൽക്കുകയാണ് ആ പേഴ്സൺ.
അതായത് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു, പക്ഷേ വാശിയാണ്. അതാണ് ഏസോസ് വേർഡ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ തരാനായിട്ട് ആഗ്രഹിക്കാത്തത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. വേറൊരാൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റർ ആയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ ഈ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് പ്രണയം പറയുകയും വ്യക്തിയുടെ പിന്നാലെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെയാണ് ആവശ്യം. അപ്പോൾ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷന് വലിയൊരു വാല്യൂ ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെയാണ്. രണ്ടുപേരും പരസ്പരം ഒരുപാട് വഴക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ വെറുതെ അനാവശ്യമായിട്ടുള്ള സംശയങ്ങളായിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തിക്ക് തിരക്കുള്ളത് കൊണ്ട് ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നില്ല, അതായിരിക്കാം ഒരു റീസൺ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എപ്പോഴും വഴക്കുണ്ടാകുന്നൊരവസ്ഥ. അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു മാധുര്യം ഈ വ്യക്തിക്ക് വളരെ നല്ലോണം ഫീൽ ആയിട്ടുണ്ട്. അതാണ് ദ എംപ്രസ് എന്ന് പറയുന്നത്. വേറൊരാൾ വന്നാലും അത്രത്തോളം ഒന്നും ഫീൽ ആവത്തില്ല ഈ പേഴ്സണ്. ദ എംപ്രസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, ഒരു പക്ഷേ ഈ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ആ വ്യക്തിയുടെ പാരൻസോ നിങ്ങളുടെ പാരൻസോ ഒക്കെ ആയിരിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം എന്നിരുന്നാലും നിങ്ങളെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാടെന്ന് പറഞ്ഞത് കുറഞ്ഞു പോകും. അത്രയ്ക്ക് നിങ്ങളെന്ന വ്യക്തിയെ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. നിങ്ങളെ അംഗീകരിക്കുന്നു ആ പേഴ്സൺ. അതായത് പകരം വെക്കാനായിട്ട് ഇറീപ്ലേസിബിൾ, അതായത് ഒരിക്കലും പകരം വെക്കാനായിട്ട് വേറൊരു വ്യക്തിക്ക് സാധിക്കില്ല. പക്ഷേ എന്തൊക്കെയോ ഒരു ട്രസ്റ്റ് ഇഷ്യൂ, വഴക്കുകൾ, അതിൻ്റെയൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ മാറി നിൽക്കുകയാണ്. വാശി പിടിച്ചിട്ട് മാറി നിൽക്കുകയാണ്, ഈഗോ ആയിട്ട് മാറി നിൽക്കുകയാണ്. ചിലപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം, നിങ്ങളുടെ പേരിൽ വന്നിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം അത്. ഇവിടെ പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഫിസിക്കലി അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനമ്മ എന്നുള്ള രീതിയിലും നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ. അതായത് ഈ വ്യക്തിക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഇമോഷണലി ആ ഒരു അവസ്ഥയ്ക്ക് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇന്ന് കാണുന്ന ഒരു രീതി ആയിരിക്കില്ല നാളെ ഉണ്ടാവുക ആ പേഴ്സണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ പേഴ്സണുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ അംഗീകരിക്കാനും യാതൊരു തരത്തിലുള്ള മനസ്സില്ലായ്മയില്ല. അതായത് നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട് ആ പേഴ്സൺ. അതുപോലെ തന്നെ ദ എംപറർ എന്നുള്ളത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അബണ്ടൻസ് തരാൻ കെൽപ്പുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. രണ്ടുപേരും ഒരേ നേച്ചർ. ചിലപ്പോൾ ആ വ്യക്തിയും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് കെയറിങ് തരികയും ഒക്കെ ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അതായത് റിച്ച് ആയിട്ടുള്ളതും അബണ്ടൻ്റ് ആയിട്ടുമുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരാൻ കെൽപ്പുള്ള പേഴ്സണാണ്. അതിന് ആ വ്യക്തിക്ക് മനസ്സുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ വ്യക്തി വളരെയധികം ഫെയിം ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ആ വ്യക്തിയുടേതായിട്ടുള്ള രീതിയിൽ ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാം. ഒരു ഫാൻസ് ഒക്കെ തന്നെ ഈ വ്യക്തിയുടെ ചുറ്റും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ടിക്ടോക്ക് താരമായിരിക്കാം പേഴ്സൺ. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും ഒരുപാട് മെസ്സേജുകളും ഒക്കെ ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഈ വ്യക്തിയെ വളരെയധികം ഇഷ്ടത്തോടു കൂടി നോക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഓപ്ഷൻസും ഉണ്ട്. ചിലപ്പോൾ ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യവും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ആ വ്യക്തിയും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ വ്യക്തിക്കൊരു ചിന്തയുണ്ട്. കാരണം ഇത്രയും പേര് ഈ വ്യക്തിയെ നോക്കുന്നുണ്ട്. ആ ആൾക്ക് ചിലപ്പോൾ ഒരു പേഴ്സണെ കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ചിലപ്പം നല്ലൊരു സിംഗർ ആയിരിക്കാം ഈ പേഴ്സൺ.
അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഈ വ്യക്തി ചിന്തിക്കുകയാണ്, അതായത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എലോണായിട്ടാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടുപേരുടെ മാനസികാവസ്ഥ, അത് ഒരുപാട് സ്നേഹം കൂടിപ്പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ കുറച്ച് ഇംബാലൻസ് ആയിപ്പോയി. അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടൈം നിങ്ങൾക്ക് ഡിവൈൻ തരുന്നുണ്ട്, അത് ആ വ്യക്തിക്കും കൊടുക്കുന്നുണ്ട്, അത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ സംശയിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വഴക്കടിച്ച് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു കാര്യമൊന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റായി തന്നെ പോകുന്നതിനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി പോയ ദിവസങ്ങളെക്കുറിച്ച് വളരെയധികം ദുഃഖിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ദുഃഖിക്കുന്നത്. കാരണം ഈ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ പോയതിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ വേർപാടിനെ കുറിച്ചുമൊക്കെ നല്ല ലെസൺസ് പഠിച്ചിട്ടുണ്ടായിരിക്കാം. എന്ത് പറയുമ്പോഴാണ് നിങ്ങൾ വഴക്കടിക്കുന്നത്, എന്ത് പറയാത്തപ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ളത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടെ 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വന്നേക്കാം. അതായത് നിങ്ങളുടെ ആ ഒരു സംശയിക്കുന്ന വഴക്കടിക്കുന്ന സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംശയിക്കുന്ന വഴക്കടിക്കുന്ന സ്വഭാവമായിരിക്കാം. നിങ്ങളെ തമ്മിൽ അകറ്റുന്ന എന്തോ ഒന്ന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് അതിനുള്ളൊരു മാറ്റത്തിലൂടെ നിങ്ങൾ പോവും. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മാറുന്നതായിരിക്കാം. ചിലപ്പോൾ ഫ്രണ്ട്സിനെ ഈ വ്യക്തി മാറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റുന്നതായിരിക്കാം. ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ മാറ്റിയാൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഇവിടെ ആ വ്യക്തി തരുന്നത് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ വളരെയധികം ആലോചിച്ച ശേഷം മാത്രമാണ് ആ വ്യക്തി ഒരു തീരുമാനമെടുക്കുക. അതിനുള്ള ടൈം രണ്ടുപേർക്കും കൊടുക്കുക. അവിടെ പേഴ്സണൽ നെയിം KVPONSCH എന്ന് കിട്ടിയിട്ടുണ്ട്, E എന്നാണ് കിട്ടിയിട്ടുള്ളത്, M കിട്ടിയിട്ടുണ്ട്, W എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക. 12 എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വെർഗോ എന്ന് കിട്ടിയിട്ടുണ്ട്, ലവ് എന്ന് കിട്ടിയിട്ടുണ്ട്, ജൂൺ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക് കളറ് നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം, ബ്ലൂ കളർ ഇഷ്ടമായിരിക്കാം. ആർക്കേഞ്ചൽ റാഫേൽ. ഇവിടെ ഒരു ഹീലിംഗ് വരുന്നുണ്ട് കേട്ടോ, അതായത് നിങ്ങൾ ഹീലായതിനു ശേഷം മാത്രമായിരിക്കാം റിലേഷൻഷിപ്പിലേക്ക് വരുന്നുള്ളൂ. ഇവിടെ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട്, പാരൻസ്, 14 എന്നൊരു ഡേറ്റ്. ആർക്കേഞ്ചൽ മിഖായേലിൻ്റെ സംരക്ഷണമുള്ളൊരു റിലേഷൻഷിപ്പാണിത്. ഇത് പെട്ടെന്നൊന്നും തകർന്നു പോകത്തില്ല. പിങ്ക് കളർ ഇഷ്ടമായിരിക്കാം. 29 ഡേറ്റ്. ആർക്കേഞ്ചൽ ജോഫേൽ, ഡിസംബർ മന്ത്, ഷോർട്ട് ഹെയർ, ഏപ്രിൽ മന്ത്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഇവിടെ ഐ വിൽ ബി റീബോൺ ആസ് എ പെറ്റ് ഓൺ യുവർ ഫാമിലി. എനിക്ക് നിൻ്റെ വീട്ടിലൊരു പെറ്റായിട്ട് ജനിച്ചാലെങ്കിലും മതിയായിരുന്നു. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അതായത് അത്രത്തോളം കെയറിങ് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. ഐ ആം പ്ലാനിങ് ടു റീബോൺ എർത്ത്. ഞാൻ ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളില്ലാതെ മരിച്ചു പോകുന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇച്ചിരി കലാപരമായിട്ട് പറഞ്ഞതായിരിക്കാം. ഐ ആം സ്റ്റിൽ റിമൈൻഡഡ് ഓഫ് മൈ ട്രോമാറ്റിക് മെമ്മറീസ്. ഞാൻ ഇപ്പോഴും എൻ്റെ ട്രോമയെക്കുറിച്ച്, ആ ഒരു ഓർമ്മകളെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഐ വിൽ യു ഇൻ ഡ്രീംസ്. ഞാൻ എപ്പോഴും നിൻ്റെ സ്വപ്നത്തിൽ ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ എനിക്ക് ചെയ്തു തന്നതിനെല്ലാം എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു പേഴ്സണെ. അതുകൊണ്ട് നിങ്ങൾ വിട്ടിട്ട് പോകാനായിട്ട് പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് വാശി പിടിച്ച ഈ വ്യക്തി മാറി നിൽക്കുന്നതേ ഉള്ളൂ. ഇതിനോടകം തന്നെ രണ്ടുപേര് ലെസൺസ് പഠിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് മിസ് ചെയ്യും. കാരണം നിങ്ങളുടെ അത്രയും സ്നേഹം കൊടുക്കാൻ വേറെ ആൾക്കും കഴിയില്ല. അതും ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട്, ആലപ്പുഴ, മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും ആ വ്യക്തിക്കുള്ള പ്ലേസസ് ആയിരിക്കാം. കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട്, കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ അദീന, ഇന്നർ വിസ്ഡം. യു നോ വാട്ട് ടു ഡു. നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ട്രസ്റ്റ് യുവർ ഇന്നർ വിസ്ഡം.
നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്? ആൻഡ് ടേക്ക് എന്നിട്ട് നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ആക്ഷൻ എടുക്കുക വിത്തൗട്ട് ഡിലേ. ഒരു അധികം വൈകാതെ തന്നെ നിങ്ങൾ നല്ലൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ അറിയാം. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആരും ഒരു കാര്യവും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡിവൈൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഗോഡസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും. പേഴ്സണിനെ കുറിച്ച് പറഞ്ഞു തരും. ഈ പേഴ്സൻ്റെ ചിന്തകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ടെലിപ്പതി പോലെ ആ വ്യക്തി നിങ്ങളുടെ ഒരു ഡ്രീമിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റാരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് അനാവശ്യമായിട്ട് ഇടപെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതായിട്ടും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്കറിയാം. അവർ നിങ്ങളുടെ പേഴ്സണെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ആയിരിക്കാം. പക്ഷേ പോകെ പോകെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ മാറിപ്പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മാറിപ്പോകുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.